അവസാന രണ്ട് സിനിമകൾ മോശമായിരുന്നതിൽ കൂടി വെനമിലൂടെ ആരംഭിച്ച ഒരു യൂണിവേഴ്സാണ് സോണി സ്പൈഡർമാൻ യൂണിവേഴ്സ്. അതുകൊണ്ട് തന്നെ വെനമിന്റെ പുതിയ സിനിമ വരുമ്പോൾ ആ സിനിമയെക്കുറിച്ച് ഹൈപ്പ് ഉണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. വെനം 3 ദ ലാസ്റ്റ് ഡാൻസിന്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ട്രെയിലർ ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. ടൈറ്റിലും അതേപോലെ കുറേ റിപ്പോർട്ട്സ് ഒക്കെ കൊണ്ട് തന്നെ വെനമിന്റെ ഏറ്റവും അവസാന സിനിമയായിരിക്കും എന്നൊക്കെ കേൾക്കുന്നു. എന്നിരുന്നാലും ഈ യൂണിവേഴ്സിൽ വെനം എന്ന ക്യാരക്ടർ പല പല സിനിമകളിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അമേസിംഗ് സ്പൈഡർമാനൊക്കെ യൂണിവേഴ്സായിട്ട് മെർജ് ആക്കുമെന്നൊക്കെ കുറേ കാലമായിട്ട് കേൾക്കുന്നൊരു തിയറി ആണെങ്കിലും ഇതുവരെ അതിനെപ്പറ്റി വലിയ റിപ്പോർട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും വെനം 3 ട്രെയിലറിൽ നമുക്ക് കുറേ തിയറീസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. വെനമിന്റെ MCU ആയിട്ടുള്ള കണക്ഷൻ, ആ ഒരു ചെറിയ സിംബിയോട്ട്, അതേപോലെ റൈസി ഫാൻസ്, ലിസാർഡിന്റെ ആക്ടർ ഈ ഒരു സിനിമയിൽ വരുന്നത്, ഓൾസോ യങ് പീറ്റർ പാർക്കർ, പിന്നെ അവസാനം വരുന്ന ഒരു ബ്ലാക്ക് ബ്യൂട്ടി റെഫറൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു ട്രെയിലറിൽ വരുന്നുണ്ട്. കൂടാതെ തന്നെ വെനം 3 മെയിൻ വില്ലന്മാരാവുക ഒരുപക്ഷെ ഒരു കൂട്ടം സിംബിയോട്ട്സ് ആകും എന്നാണ് കേൾക്കുന്നത്. സോ ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇന്നത്തെ ട്രെയിലർ ബ്രേക്ക്ഡൗൺ വീഡിയോയിൽ സംസാരിക്കാം. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ട്രെയിലറിൽ ഭൂരിഭാഗ സമയവും എഡ്ഡി ബ്രോക്ക് ധരിച്ചിരിക്കുന്നത് നോവേ ഹോം ക്രെഡിറ്റ്സിന് നമ്മൾ കണ്ട അതേ കോസ്റ്റ്യൂമാണ്. നോവേ ഹോം ക്രെഡിറ്റ്സിന് ശേഷം സ്വന്തം യൂണിവേഴ്സിൽ വെനവും എഡ്ഡിയും എത്തുന്നിടത്തുനിന്നാകും ഈ സിനിമ ആരംഭിക്കുക. നമുക്കറിയാം സിംബിയോട്സിന് ഹൈമൈൻഡ് എബിലിറ്റി ഉള്ളത്, അതായത് ഒരു സിംബിയോട്ടിന് തന്നെ മൾട്ടിവേഴ്സൽ വേരിയൻസിനെ അടക്കം ബ്രെയിൻ ആക്സസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് മറ്റൊരു യൂണിവേഴ്സിൽ നിന്ന് പീറ്റർ പാർക്കാണ് സ്പൈഡർമാൻ എന്ന് വെനം അറിയുന്നത്. ഇക്കാരണം കൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ സ്പെല്ല് മൂലം പീറ്ററാണ് സ്പൈഡർമാൻ എന്നറിയാവുന്ന MCU മെയിനത്തിലെത്തിയ ചുരുക്കം ചില ക്യാരക്ടേഴ്സിൽ ഒരാളായി വെനവും ഹോസ്റ്റായ എഡ്ഡിയും മാറി. എന്നാൽ മറ്റു വില്ലന്മാരെ പോലെ ഫൈറ്റിനൊന്നും പോകാതെ ഒരു ബാറിലിരുന്ന് MCUവിലെ കഥയൊക്കെ കേട്ടായിരുന്നു വെനവും എഡ്ഡിയും സമയം ചെലവഴിച്ചത്. അവസാനം കൗണ്ടർ സ്പെല്ല് വന്നോടെ ഇരുവരും സ്വന്തം യൂണിവേഴ്സിലേക്ക് തിരികെ പോകുന്നു. പക്ഷേ വെനവിന്റെ ഒരു ഓഫ് സ്പ്രിംഗ് MCU മെയിനത്തിൽ ബാക്കിയാകുന്നു. വെനം 3 ട്രെയിലറിൽ സെയിം ബാരിസ്റ്റയുടെ കൂടെ ഡോക്ടർ സ്ട്രേഞ്ചിലെ മോർഡോ അഭിനയിച്ച ആക്ടറിനെ നമുക്ക് കാണാം. ഈ സിനിമയിൽ ഓർവെൽ ടൈലർ എന്ന ക്യാരക്ടറായാണ് ഇദ്ദേഹം എത്തുക. കോമിക്സിൽ ആർമി ജനറലായ ഇദ്ദേഹത്തിന്റെ മകനെ കൊല്ലുന്നത് വെനമാണ്. അതുകൊണ്ട് തന്നെ സിംബിയോട്സിനെ നശിപ്പിക്കണമെന്നാണ് ഇയാളുടെ ലക്ഷ്യം. സിനിമയെ കുറിച്ചൊരു യങ്ങായാണ് എത്തുന്നതെങ്കിലും ഇതേ സിമിലർ സ്റ്റോറിയിലും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. വെനം യൂണിവേഴ്സിൽ അത്ര ഈവൾ അല്ലാത്തതിനാൽ മറ്റെന്തെങ്കിലും സിംബിയോട്ട് കാരണമാകാം ഓർവെലിന്റെ മകൻ കൊല്ലപ്പെടുന്നത്. പലർക്കും ഉണ്ടായ സംശയമാണ് ഈ ബാറിലെ ചെറിയ സിംബിയോട്ട് പോർഷൻ MCU മെയിനത്തിലല്ലേ ഉണ്ടായതെന്ന്. നമ്മൾ വെനം 2 ക്രെഡിറ്റ്സിലൂടെ മനസ്സിലാക്കിയത് എഡ്ഡിയും വെനവും എക്സാക്ട് സെയിം സ്ഥലത്തേക്കാണ് സ്വന്തം യൂണിവേഴ്സിൽ നിന്നും MCUവിൽ എത്തിയത്, അതേ സെയിം ഹോട്ടൽ മുറി. അതുപോലെ തന്നെ MCUവിൽ ഈ ബാറിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ സോണിവേഴ്സിലെ അതേ ബാറിലാകും ഇവരെത്തുക. സോ അവിടെയും വെനമിന്റെ ചെറിയൊരു പീസ് ഉണ്ടായതാകാം ഇത്. നമുക്കറിയാം ഫ്യൂച്ചർ MCU സ്പൈഡർമാൻ സിനിമകൾ വെനമിനെ കൊണ്ടുവരാൻ വേണ്ടിയാകാം ഒരു പക്ഷേ നോവേ ഹോമിലെ അവസാനം ആ സീൻ ഇട്ടതെന്ന്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ സോണിവേഴ്സിലെ അതേ ബാറിൽ മറ്റൊരു വെനം പീസ് ബാക്കിയാകുന്നു. അത് ഓർവെൽ കണ്ടെത്തുന്നു. ഓർവെൽ വർക്ക് ചെയ്യുന്നത് ഏതൊരു മിലിറ്ററി ബേസ് പോലത്തുള്ള സ്ഥലത്താണ് നമ്മൾ ട്രെയിലർ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇതേത് രാജ്യത്തെ മിലിറ്ററി ബേസ് ആണ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടീസിന്റെ വകയാണെന്നൊന്നും വ്യക്തമല്ല. ആദ്യ വെനം സിനിമയിൽ നമ്മൾ കണ്ട ഈവിൾ ഗ്രൂപ്പായിരുന്നു ലൈഫ് ഫൗണ്ടേഷൻ. കോമിക്സിൽ ലൈഫ് ഫൗണ്ടേഷൻ വെനമിന്റെ ഒരു പോർഷൻ എടുത്ത് ക്ലോൺ ചെയ്ത് ഒരു പുതിയ സിംബിയോട്ട് ടീമിനെ ഉണ്ടാക്കുന്നുണ്ട്. അഗണി, ഫെയ്ജ്, ലാഷർ, സ്ക്രീം, റയോട്ട് ഇവരാണ് ആ ടീമിലുണ്ടായിരുന്നത്. ഈ ടീമിലുള്ള സിംബിയോട്ട്സിനൊന്നായ റയോട്ട് ആദ്യ വെനം സിനിമയിൽ വന്നതുകൊണ്ട് തന്നെ ടോക്സിൻ എന്ന മറ്റൊരു സിംബിയോട്ട് ആകും റയോട്ടിന് പകരം ഈ സിനിമയിൽ ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ. ഈ ടീമിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സിംബിയോട്ട്സിനെ പറ്റി നമ്മൾ ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ലിസാർഡ് അഭിനയിച്ച റൈസി വാൻസിനെ ഒരു ഹിപ്പി ലുക്കിൽ നമുക്ക് ഈ ട്രെയിലർ കാണാൻ സാധിക്കുന്നുണ്ട്. നോവേ ഹോമിന്റെ അവസാനം ക്യൂവേർഡായ ലിസാർഡാണെന്ന് ചില തിയറീസ് ഉണ്ടെങ്കിലും ഡോക്ടർ കോണേഴ്സിന്റെ ഈ യൂണിവേഴ്സിലെ വേരിയന്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു എൻ്റയർ ഡിഫറെന്റ് ക്യാരക്ടർ. പിന്നെ വരുന്ന വേറൊരു തിയറിയാണ് ഈ കുട്ടി യങ് പീറ്റർ പാർക്കർ ആണെന്നും വെനം പീറ്ററിനെ മറ്റ് സിംബിയോട്സിൽ നിന്ന് സംരക്ഷിക്കുന്നതുമാണ് പടത്തിന്റെ പ്ലോട്ട് എന്നൊക്കെയാണ്. പക്ഷേ ഓണസ്റ്റ്ലി വെനമിന് മറ്റ് സിംബിയോട്സിനെ നേരിടാൻ ഈ റീസൺ ഒന്നും ആവശ്യമില്ല. മിക്കവാറും നേരത്തെ പറഞ്ഞ ജനറൽ ഓർവെലിന്റെ മകനാകാം ഈ കുട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. പീറ്റർ പാർക്കറിനെക്കാട്ടിൽ ആ ഒരു കുട്ടിയാവാനുള്ള ചാൻസ് ആണ് ഇതിന് കൂടുതൽ. അങ്ങനെ ഫാൻ തിയറികൾ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സീനുകൾ ട്രെയിലറിൽ സോണി ഇട്ടിട്ടുണ്ടെങ്കിലും മോർബിയസും ബാഡബും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സോണി അത്ര വലുതായിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. ഇനി ട്രെയിലറിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടിലേക്ക് വരാം. ഏറ്റവും അവസാനം കാണിക്കുന്ന കുതിരയെ ഹോസ്റ്റാക്കി വെനം കുതിച്ചു പായുന്ന സീൻ. ശരിക്കും ഈ സീൻ ബാലരമയിൽ പണ്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസിക് നോവലിന്റെ റെഫറൻസ് ആണെന്ന കാര്യം നിങ്ങൾക്കറിയാവും. 1877 അന്നാ സീവൽ എഴുതിയ ബ്ലാക്ക് ബ്യൂട്ടി നോവൽ ലോകത്തിലെ ആദ്യ ആനിമൽ ഓട്ടോബയോഗ്രഫീസിൽ ഒന്നായിരുന്നു. ബ്ലാക്ക് ബ്യൂട്ടി എന്നുപേരുള്ള റിയൽ ലൈഫ് കുതിരയുടെ ജീവിതമാണ് ഈ നോവലിലുള്ളത്. തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിലാണ് അന്നാ സീവൽ ഈ നോവൽ എഴുതിയത്. പബ്ലിഷ് ചെയ്ത 5 മാസത്തിനുള്ളിൽ അന്ന ഈ ലോകം വിട്ടുപോയി. എങ്കിലും എക്കാലത്തെ പോപ്പുലർ ബുക്സിൽ ഒന്നായി മാറിയ ബ്ലാക്ക് ബ്യൂട്ടിയിലൂടെ അന്ന ഇന്നും വായനക്കാരുടെ മനസ്സിൽ ജീവിക്കുന്നു. ആനിമൽ വെൽഫെയർ തീമിൽ വന്ന ബുക്സിൽ ഏറ്റവും മികച്ച വർക്സിലൊന്നായാണ് ബ്ലാക്ക് ബ്യൂട്ടി ഇന്നും കണക്കാക്കപ്പെടുന്നത്. 2015-16 സമയത്താണ് ബാലരമയിൽ ഇഷ്യൂ വൈസായി ബ്ലാക്ക് ബ്യൂട്ടി നോവൽ വന്നതെന്നാണ് ഓർമ്മ. എന്തായാലും വെനം ഒരു ബ്ലാക്ക് കളേർഡ് സിംബിയോട്ട് ആയതുകൊണ്ട് തന്നെ ഈസിലി പുൾ ഓഫ് ചെയ്തൊരു പോപ്പ് കൾച്ചർ റെഫറൻസ് ആയി ബ്ലാക്ക് ബ്യൂട്ടിയുടേത്. അപ്പോൾ ഇത്രയുമാണ് വെനം 3യെ കുറിച്ചുള്ള ഞങ്ങളുടെ ട്രെയിലർ ബ്രേക്ക് ഡൗൺ വീഡിയോ. സത്യം പറഞ്ഞാൽ കുറേ കൂടെ ആഴത്തിലിറങ്ങി വേണേൽ കുറേ സീൻസൊക്കെ നമുക്കെടുത്ത് വേണേൽ ബ്രേക്ക് ഡൗൺ ചെയ്യാം. പക്ഷേ മാഡം വെബിൻ്റെ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പടം വന്നപ്പോൾ പടം എങ്ങനെ പോയി നമ്മളെല്ലാം കണ്ടതാണ്. സോ അങ്ങനെ വെറുതെ കുറേ സ്പെക്കുലേഷൻസ് ഉണ്ടാക്കേണ്ടെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് പല വലിയ തിയറീസായിട്ട് പറയുന്നത്. ഇപ്പോൾ യങ് പീറ്റർ പാർക്കറിൻ്റെ കാര്യമാണെങ്കിലും
MCUവിലെ ആ ഒരു സിംബിയോട്ടിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ നമ്മൾ വളരെ സിംപ്ലിഫൈ ആയിട്ട് പറഞ്ഞിട്ടില്ല. കാരണം സോണി ഇട്ടേക്കുന്ന സീൻസിൽ പലതൊക്കെ ട്രെയിലർ വരുമെന്ന് പോലും നമുക്കറിയത്തില്ല. മോർബീസ് സ്പൈഡർമാൻ്റെ ഒരു മർഡർ എന്ന് പറഞ്ഞൊരു ഗ്രഫീറ്റി ഒക്കെ കാണിച്ചിട്ട് അതൊന്നും അവസാനം പടത്തി വന്ന പോലും ഇല്ല. സോ അതൊക്കെ കൊണ്ട് തന്നെ സോണി കുറേ ക്ലിക്ക് ബെയ്റ്റും പിന്നെ തിയറീസൊക്കെ ജനറേറ്റ് ചെയ്യുന്നതല്ലാതെ പടത്തിൽ ക്വാളിറ്റിയിലൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് ഇതുവരെ കണ്ടത്. അതേ സെയിം ടൈം ആനിമേഷനിലും ഗെയിമിലും ഒക്കെ ഹൈ ലെവൽ ക്വാളിറ്റി തരുന്നുണ്ട്. പിന്നെ എന്താണ് ഈ ലൈവ് ആക്ഷൻ യൂണിവേഴ്സിൽ ഇവർക്ക് സംഭവിക്കുന്നത് അറിയത്തില്ല. എന്തായാലും വെനം 3 യൂണിവേഴ്സിൻ്റെ കംബാക്ക് ആയിട്ടെന്ന് വിശ്വസിക്കുന്നു. വെനം 2 അത്യാവശ്യം നെഗറ്റീവ് കിട്ടിയൊരു പടമാണെങ്കിലും ലാസ്റ്റ് ഇറങ്ങിയ 2 പടങ്ങളെ കാട്ടി ഫാർ ബെറ്റർ ആയിരുന്നു. മാത്രമല്ല അതിന് ബോക്സ് ഓഫീസ് കളക്ഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ വെനം 3 ആ ഒരു ബോക്സ് ഓഫീസ് കളക്ഷനും ഓഡിയൻസ് റെസ്പോൺസും എല്ലാം തിരിച്ച് കിട്ടുമെന്ന് ആശംസിക്കുന്നു. വെനം 3 ശേഷം ഇനി റിലീസാവുന്നത് ക്രേവൻ ദി ഹണ്ടർ ആണ്. അത് ഈ വർഷം ഡിസംബറിൽ റിലീസാവുന്നതാണ് കേൾക്കുന്നത്. അതിലും ഹോണസ്റ്റ്ലി സോണി യൂണിവേഴ്സ് ആയതുകൊണ്ട് വലിയൊരു ഹോപ്പൊന്നുമില്ല. വെനം 3 പെർഫോമൻസ് നോക്കിയിട്ട് അതിൽ ഹൈപ്പ് വെക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും എല്ലാവർക്കും വീഡിയോ എൻജോയ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇത്തരത്തിൽ മാർവൽ, DC, ആനിമെ, ഗെയിമിംഗ് റിലേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കണ്ടൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അതും കൂടെ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നതായിരിക്കും. ദിസ് ഇസ് ശ്രീനന്ദൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.